കേന്ദ്രത്തിൽ മൊത്തം മോദി തരംഗം അടിച്ചപ്പോൾ പല പാർട്ടികൾക്കും അത് ഉത്തേജകം പകർന്നിരുന്നു. കേന്ദ്രത്തിന് പിന്നാലെ എല്ലാ നാട്ടിലും മോദി തരംഗമാകുമെന്നായിരുന്നു ചിലർ കരുതിയിരുന്നത്. അതിലൊരാളായിരുന്നു ഗോത്രമഹാസഭയുടെ CK ജാനു. NDAയിൽ ചേർന്നാൽ എല്ലാമായി എന്ന് കരുതി സ്വന്തം പാർട്ടി ഉണ്ടാക്കി പിന്നെ വീരോചിതമായ വരവേൽപ്പും. അപ്പോൾ ഇതറിയുന്നു ഗോത്രമഹാസഭ നടത്തിയ ഭൂസമരമടക്കം BJP ഏറ്റെടുക്കാൻ പോവുകയാണെന്ന്. അതോടെ CK ജാനുവിൻ്റെ കാറ്റുപോയി. അവർ വിട പറയുകയാണ്. നമുക്ക് കഴിയുന്നത്ര ചെയ്യാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അല്ല, അവർ ഭൂസമരം ഗോത്രസഭ തനിയെ ഒരു സമരം ആണ് കോൾ ചെയ്യുന്നത്, ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അതിനോട് സഹകരിക്കാൻ പറ്റാവുന്ന ആളുകളെയൊക്കെ സഹകരിപ്പിക്കും സമരത്തിനകത്ത്. അത് എനിക്കറിയില്ല, നമ്മളുമായിട്ട് അത്തരം ഒരു ചർച്ചയോ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഏതായാലും ഗോത്രമഹാസഭ കഴിഞ്ഞ കാലങ്ങൾ തൊട്ട് സമരം ഏറ്റെടുത്ത് നടത്തുകയാണ്. അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യും വളരെ സജീവമായിട്ട്. ഞാൻ BJP അല്ല, ഞാൻ JRS എന്ന് പറയുന്ന പുതിയ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിട്ട് അതിൻ്റെ വക്താവാണ്. NDAയിൽ മുന്നണി സംവിധാനത്തിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് BJPയുടെ അജണ്ടയും ചർച്ചയൊന്നും അതിനകത്ത് എനിക്ക് ഇടപെടേണ്ട ആവശ്യമില്ല, എന്നോട് പറയേണ്ട ആവശ്യമില്ല. അത് BJPക്കാരുടെ പദ്ധതിയാണ്. അല്ല, ഭൂസമരത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ആരുടെയും പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്. ആരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അവരുടെയൊക്കെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ BJP അത്തരം ഒരു സമരമായിട്ട് അങ്ങനെ രംഗത്ത് വന്നു പിന്തുണയൊന്നും വന്നിരുന്നില്ല. ഇപ്പോൾ നമ്മളൊക്കെ NDAയിലേക്ക് വന്നപ്പോൾ അവരങ്ങനെ ഒരു മാറ്റം എടുത്താൽ അതൊരു രാഷ്ട്രീയ മാറ്റമായിട്ടല്ലേ അതിന് ശരിക്കും കാണേണ്ടത്. അങ്ങനെയല്ലേ ശരിക്കും അതിന് കാണേണ്ടത്. BJP കഴിഞ്ഞ കാലങ്ങളിൽ ആദിവാസി സമരമൊന്നും ഏറ്റെടുത്തിട്ടില്ല. ഒരു സ്ഥലത്തും അത്തരം സമരമായിട്ട് വന്നിട്ടില്ല. അല്ല, ഇപ്പോൾ കഴിഞ്ഞ കാലത്തെക്കാളും ശക്തമായിട്ട് പ്രവർത്തകർ വരുന്നുണ്ട്. ജില്ലകളിൽ പ്രവർത്തകർ സജീവമായിട്ടുണ്ട്. ജില്ലകളിൽ ആരും കുറഞ്ഞിട്ടില്ല, ജില്ലകളിൽ കൂടുകയാണ് ചെയ്തത്. വയനാട്ടിൽ പ്രവർത്തകർ കൂടുകയാണ് ചെയ്തിട്ടുള്ളത്, കുറഞ്ഞിട്ടില്ല. എത്ര പേര് പങ്കെടുക്കുന്നൊന്നും ഞങ്ങൾ ഇപ്പോൾ പറയില്ല. 3000-ഓളം പേര് പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് പറഞ്ഞത്. ഫെബ്രുവരി 19 വയനാട്ടിൽ നല്ലൊരു ശതമാനം ആളുകൾ പങ്കെടുക്കും വയനാട്ടിലെ പരിപാടിക്ക്. അല്ല, നടത്തിക്കോട്ടെ എന്നാണ് നമ്മുടെ അഭിപ്രായം. നമ്മൾ അതിനൊന്നും എതിർക്കുന്നില്ല. ഇപ്പോൾ ജോഗേണിൻ്റെ സ്മാരകത്തിന് മുമ്പിൽ ആർക്കും സമരം നടത്താം, ആർക്കും പൂജ നടത്താം. ഗോത്രമഹാസഭ നമ്മളുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. അല്ല, ഗീതാനന്ദൻ കോർഡിനേറ്ററായിട്ടുള്ള ഗോത്രമഹാസഭ വേറെ ഒന്നും ഇല്ല സത്യത്തിൽ. തുറന്നു പറയാം ഞാൻ, ഇപ്പോൾ ഗോത്രമഹാസഭ എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. ഗീതാനന്ദ മാഷ അതിൻ്റെ കോർഡിനേറ്റർ ആയിരുന്നു. അതൊന്നും ഞങ്ങൾ നിഷേധിക്കുന്നില്ല, തർക്കിക്കുന്നുമില്ല ആ കാര്യത്തിൽ. അപ്പോൾ ഗീതാനന്ദ മാഷക്ക് അത് നവീകരിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യട്ടെ, അതിന് ഞങ്ങൾ എതിരൊന്നും പറയില്ല. അല്ല, BJPയുടെ നെറുകേടിൻ്റെ അനുഭവം അവർക്ക് തന്നെ തിരിച്ചു കിട്ടിക്കോളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മളതിലൊന്നും പറയാൻ പോകണ്ടെന്ന്. അല്ല, എല്ലാവരും പറഞ്ഞു പറ്റിച്ചിട്ടാണ് ഉള്ളത് ഇതുവരെ ചരിത്രത്തിൽ. മൊത്തം ആളുകളും പറഞ്ഞു പറ്റിക്കുന്ന ലൈനാണ് എടുക്കുന്നത്. ഇവർ പറഞ്ഞു പറ്റിച്ചാൽ അതിൻ്റെ തിക്തഫലം അവർക്ക് കിട്ടും, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അല്ല, ഇപ്പോൾ ഞങ്ങൾ BJPയുടെ NDAയിൽ സഖ്യകക്ഷിയായിട്ട് ആകെ 8 മാസമേ ആയിട്ടുള്ളൂ. അത് അവർ പറഞ്ഞ കാര്യങ്ങൾ പാലിച്ചിട്ടില്ല. അത് പാലിക്കാൻ അവർക്ക് ബാധ്യസ്ഥതയുണ്ട്. ആ ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കണം. അത് ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ തിക്തഫലം അവരനുഭവിക്കും. നമുക്കതിനകത്ത് വേറെ പറയാനൊന്നുമില്ല. ഏറ്റെടുക്കണം, അവർ പ്രതീക്ഷിക്കുന്നതല്ല, അവർ ഏറ്റെടുക്കണം. വാഗ്ദാനം തന്നവരോടൊക്കെ മറുചോദ്യം ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പോൾ ചോദിക്കുന്നില്ല. വൈകുന്നതിൻ്റെ കാരണമൊന്നും ഞങ്ങൾ ഇപ്പോൾ പറയുന്നില്ല. ചോദിക്കും, ഞങ്ങൾ ഇപ്പോൾ ചോദിക്കില്ല. BJPയുടെ സമരങ്ങൾക്ക് എൻ്റെ പിന്തുണ എന്നുള്ള രീതിയിലൊന്നും അവർ ചോദിച്ചിട്ടില്ല ഇതുവരെയും. അവർ BJPയുടെ അജണ്ട BJPക്ക്, രാഷ്ട്രീയ മഹാസഭയുടെ അജണ്ട രാഷ്ട്രീയ മഹാസഭയ്ക്ക്, NDA മുന്നണിയിൽ ഞങ്ങൾ ഒരുമിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് BJP അജണ്ടയ്ക്കകത്ത് BJP പാർട്ടിക്കകത്ത് കയറേണ്ട ഒരു ആവശ്യം എനിക്കില്ല. അവർക്ക് എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല. അത് BJP പാർട്ടി വേറെ, അവരുടെ നിലപാട് വേറെ, അവരുടെ രാഷ്ട്രീയം വേറെ. ഞങ്ങൾ JRSൻ്റെ രാഷ്ട്രീയ പാർട്ടി, ഞങ്ങളുടെ നിലപാട് വേറെ. അങ്ങനെ തന്നെയാണുള്ളത്. ഇതോടെ ഈ ആഴ്ചത്തെ ഡെമോക്രസിയും അവസാനിക്കുകയാണ്.
പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണും വരെ നന്ദി, നല്ല നമസ്കാരം.